ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊപ്ര ചൂടാൻ വേണ്ടിയിട്ടേക്കണം, ചെറിയ ഉള്ളി ചൂടാൻ വേണ്ടിയിട്ടേക്കണം, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ വറ്റൽമുളക് ഇടും. ഇതിനകത്തൊരു പോരായ്മ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാളൻപുളി ഇല്ല. വാളൻപുളി ഇല്ലാതെ വേറെ ട്രിക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചമ്മന്തിയാണ്. ഇതിന് അമ്മിക്കല്ലും ഇല്ല, മിക്സിയിലിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ അരയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മിക്കല്ലൊക്കെ ഇപ്പോൾ ഓട്ടോപേഷനായി എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാനില്ല. നമ്മളെല്ലാവരും നമ്മൾ വീട് മാറി വന്നപ്പോൾ അതൊക്കെ എടുത്തില്ല, നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കല്ല്, അമ്മിക്കല്ല്, ആട്ടുകല്ലൊക്കെ പല ടൈപ്പ് ആട്ടുകല്ലുകൾ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഉള്ളി ചുട്ടത് പറക്കുകയാണ് നമ്മൾ. ഉള്ളി ചുട്ട് വെറുതെ കഴിക്കാട്ടോ, വളരെ നല്ലതാണ്. ഉള്ളി ചുട്ട് ചമ്മന്തി മാത്രമായിട്ട് ഉണ്ടാക്കാം, പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കാം, രണ്ടും കൂടി അരച്ച് പിടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം. പഴമക്കാരെത്ര കൃത്യമായിട്ടാണ് പറയണല്ലേ. കാലം മുറിവുകൾ മാറ്റാത്ത കാലം കൊണ്ടോന്നല്ലേ. വറ്റൽമുളക് കിട്ടും. ഈ വറ്റൽമുളക് കനലിടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയാമോ? എല്ലാവരും അടുത്തുള്ളവർ ഓടിക്കാൻ നിർത്തും. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ കേട്ടാ വറ്റൽമുളക് ഒന്ന് ചൂടായി വെച്ച് കനലിലേക്ക് ഇടുകയാണ്. അപ്പോൾ തന്നെ അവരുടെ മുഖം മാറി തുടങ്ങി, മുളക് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി മുളക് വീർക്കാൻ തുടങ്ങി ചൂടായിട്ട്. അടുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നാണ് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നാണ് നമ്മുടെ ആഷിക്ക വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിക്ക് വളരെ കൗതുകത്തോടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ആഷിക്ക മുളക് ചുടുന്നതും ഉള്ളി ചുടുന്നതും തേങ്ങ ചുടുന്നതും കാണുന്നത്. പെറുക്കിയെടുക്കുന്നതാണ്. ഓരോന്ന് കൈ പൊള്ളിയാലും പ്രശ്നമില്ല, ഞാൻ ചമ്മന്തി ഉണ്ടാക്കും, കനലായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ചമ്മ വന്നു. ഇതാണ് പറഞ്ഞത്, മുളക് ചൂടാകുമ്പോൾ കനലൊക്കെ ഇട്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. കനലൊക്കെ പറക്കിട്ടായിരുന്നു. ചുട്ടരച്ച ചമ്മന്തി കാലത്തെ കഞ്ഞി, അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടാവൂല്ലേ? ജയൻ സാറിന്റെ സിനിമയിലെ ജയനും മധുവും കൂടി അഭിനയിച്ച് പറഞ്ഞു. ജയൻ അത് ഇതോടെ ഈ പടം ജയന അങ്ങാടി എന്ന സിനിമയിലെ ജയന്റെ സിനിമയാണ്. മധുവല്ല എനിക്ക് പറയുന്നത് അങ്ങാടി എന്ന സിനിമയിൽ ജയന്റെ സിനിമയിലുള്ള പാട്ടാണ്. ഒരു കാലത്ത് ഫേമസ് പാട്ടുകളായിരുന്നു. ഉപയോഗിക്കുന്ന ഒരു കറിയിൽപ്പെട്ടത് നിത്യവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയായിരുന്നു. ഉള്ളി കണ്ടു മുളയ്ക്കുകയാണ്. പറഞ്ഞു ചുട്ടെടുത്ത പറമാണ്. ഓരോ കൊച്ചു വീഡിയോ പിടിച്ചിടണമുണ്ടോ? നിങ്ങൾക്ക് മാത്രം അതാ ഞാൻ പറഞ്ഞു. വേണോ ചുട്ടുകൊണ്ട് വന്ന ഉള്ളിയും മുളകും ഒഴിച്ചെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാനാണ്. തേങ്ങയും ഉണ്ട് കേട്ടോ. ഒന്ന് സ്പെഷ്യൽ ചമ്മന്തി. കുറേ നാളായി വീഡിയോ പിടിച്ചിട്ട്, വീഡിയോകളൊന്നും ഇടാറില്ല. പിന്നെ ഒരു ചമ്മന്തിയുടെ വീഡിയോ ഇടാൻ നോക്കും. പഴയ കാലത്ത് അമ്മ ഉണ്ടാക്കണം കണ്ടുപിടിച്ചതാണ്.
വേഗം ഉള്ളിത്തോണ്ട് മാറ്റട്ടെ എന്നെ വിടല്ലേ. അമ്മ എന്ത് വന്നിട്ട് നമ്മളങ്ങനെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തേങ്ങ മിക്സിയിലിട്ടടിച്ച് അതിനുശേഷം തേങ്ങ നല്ല പൊടി പോലെ ആയപ്പോൾ അതിലേക്ക് ഉള്ളി തൊണ്ട് കളഞ്ഞതും വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ഒരടി അടിച്ച് മിക്സി ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും വാളംപുളി സംഘടിപ്പിച്ച് അതിലിട്ട് വീണ്ടും നല്ലൊരു പരുവത്തിലാക്കി അടിച്ചെടുത്ത ചമ്മന്തിയാണ് ഈ കാണുന്നത്. ചുട്ടരച്ച ചമ്മന്തി. ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വെളിച്ചത്തിലേക്ക് കൊണ്ടോ? ഈ വെളിച്ചം ക്ലിയർ അല്ല. കണ്ടോ? തേങ്ങാ ചമ്മന്തി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വിഭവങ്ങളായിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വളരെ സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് ഓരോ പുതിയ ഐറ്റംസ് കണ്ടെത്താനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. ഓക്കെ, ബായ്.